ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ക്വിഡ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ നാടൻ കണവ ഫ്രൈഡ് റെസിപ്പി. അപ്പോൾ എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലതായിട്ട് അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം മിനിമം ഒരു 10 മിനിറ്റെങ്കിലൊക്കെ വെക്കാൻ നോക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിന് ഞാൻ നല്ല ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചീനച്ചട്ടി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈയിങ് പാൻ ഇല്ലേ, നോൺ സ്റ്റിക്ക് പാനിലും വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്, റോസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അത്യാവശ്യത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, ആ എണ്ണയ്ക്ക് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊക്കെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ ഇതിൽ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലയൊന്നും കൂടുതൽ ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ മസാല തിരുമ്മി വെച്ചിട്ടുള്ള സ്ക്വിഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്ക്വിഡ് നന്നായിട്ട് വറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ സ്ക്വിഡിനൊന്നും സീ ഫുഡിനൊന്നും നമ്മൾ അധികം നേരം വറക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് റബ്ബറി ആയിട്ടുള്ളൊരു ടേസ്റ്റാവും. ഇപ്പോൾ പ്രോൺസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വെന്ത് തുടങ്ങുന്നൊരു സമയത്ത് നന്നായി പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മേത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും. നമ്മൾ പ്രോൺസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്, പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ക്വിഡ് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിട്ടില്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.